ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായക്ക് വേണ്ട വെള്ളം വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇന്ന് എന്ത് കടി ഉണ്ടാക്കുന്നു ഇങ്ങനെ ആലോചിച്ചിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ട് വട ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്നാമത് ഞാൻ വൈകുന്നേരത്തിനുള്ളതും കൂടെ വെച്ച ചോറായിരുന്നു. അപ്പം പിന്നെ അതിൽ നിന്ന് കുറച്ചും കൂടെ എടുത്താൽ പിന്നെ ഞാൻ വൈകുന്നേരം വേറെ വെക്കേണ്ടി വരും കേട്ടോ. അപ്പം മടി കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പം ഞാൻ അതെടുത്തിട്ട് കുറച്ച് വട ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഈ ഒരു വട ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതിന് പ്രത്യേകത ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മളെ ഉള്ളിവട, കൊക്കവട ഒക്കെ ഉണ്ടല്ലോ, അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. അതേ ഒരു തന്നെ കേട്ടോ. ഒരു കുറച്ച് ചോറ് കൂട്ടിയിട്ടുണ്ടെന്ന് തന്നെ ഉള്ളൂ, അല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിന് ആകൃതിക്കുള്ളൊരു മാറ്റമുണ്ട്. അങ്ങനത്തെ ചോറൊക്കെ നന്നായിട്ട് അരിപ്പൊടിയും മൈദപ്പൊടിയും കൂടെ കൂട്ടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ വല്യുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കയ്യുമ്മ നന്നായിട്ട് വെള്ളമോ അല്ലെങ്കിൽ എണ്ണ എന്തെങ്കിലുമൊക്കെ പുരട്ടിയിട്ട് നമ്മളിത് കയ്യിലിട്ടൊന്ന് ഇതാക്കി വടയുടെ ഷേപ്പിലാക്കി എടുക്കാന്ന് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വടയുടെ ഷേപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കട്ടോ. ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസൊക്കെ ആയിട്ടൊക്കെ നമുക്കിത് പൊരിച്ചെടുക്കാം. ഇനി കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് കുറഞ്ഞ അയവിൽ നമ്മൾ ഈ കൊക്കവടൊക്കെ ചുടുമല്ലോ സ്പൂണിലൊക്കെ എടുത്തിട്ട്, അതുപോലെ വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തായാലും ഇതൊരു വട ഷേപ്പിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ചോറൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ വെറുതെ കളയണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ഈ വട ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അതുപോലെ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോൾ മൈദപ്പൊടി ഒന്നും തോനെ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഉള്ളൂ, അപ്പം നമ്മൾ എന്താ ചെയ്യാന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോഴും നമുക്കിതാ ഇതുപോലെ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വടയൊക്കെ അവിടെ പൊരിച്ചെടുക്കുന്നുണ്ട്. മക്കൾ കളിക്കാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് അവരവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വടയുടെ കൂടെ നമുക്ക് തക്കാളി സോസോ അല്ലെങ്കിൽ മയോണൈസോ അതുപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. അപ്പം അങ്ങനെ ഇതാ എൻ്റെ വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ട് സാധാ നമ്മളെ ഉഴുന്ന് വടയുടെ ഒക്കെ ഒരു മാതിരി ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ്. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണ നമ്മൾ കൊക്കവട ഉള്ളിവടയൊക്കെ തിന്നുമ്പോൾ തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഇതാ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തക്കാളി സോസൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ കുറച്ച് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അരമുറി തയ്ച്ചൊന്നുമില്ല, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു ഇഞ്ചി